ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ബൈനറി ട്രീസിനെ കുറിച്ച് പറഞ്ഞു. അടുത്തതായിട്ടുള്ളത് ബൈനറി സെർച്ച് ട്രീ. സോ ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുന്നത് ബൈനറി ട്രീയുടെ തന്നെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബൈനറി ട്രീ ആണെന്ന് നമുക്ക് പറയാം. ബൈനറി ട്രീയുടെ തന്നെ വേറൊരു ടൈപ്പാണ്. സോ അവിടെ ഉള്ള പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നോഡ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സോ ഓരോ നോഡിലും ഒരു കീ വാല്യൂ ഉണ്ടാവുമല്ലോ. സോ ഒരു നോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ നോഡിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിലുള്ള എല്ലാ നോഡുകളിലും നമ്മളിപ്പോൾ ഏതാണോ നമ്മുടെ എടുത്ത് കൺസിഡർ ചെയ്ത നോഡ് അതിനേക്കാളും ചെറിയ വാല്യൂസ് ആയിരിക്കും ലെഫ്റ്റ് സബ് ട്രീയിൽ വരിക. അതുപോലെ റൈറ്റ് സബ് ട്രീയിൽ എന്ന് പറയുമ്പം ഗ്രേറ്റർ ദാൻ നോഡ് ഇൻ ദ കീ ആയിരിക്കും ഉണ്ടാവുക. സോ ഇതാണ് ഞാൻ എടുത്ത കീ നോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 6 എന്ന് പറയുന്ന നോഡാണ് എൻ്റെ കീ നോഡ്. സോ അതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ഇത്രയാണ് അതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിൽ വരുന്നത്. സോ ലെഫ്റ്റ് സബ് ട്രീയിലുള്ള എല്ലാ എലമെൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാ കീ വാല്യൂസ് ചെക്ക് ചെയ്താലും അതെല്ലാം 6നേക്കാളും ലെസർ ആയിരിക്കും. 1 2 4 3 5. ദെൻ വാട്ട് അബൌട്ട് ദ റൈറ്റ് സബ് ട്രീ? റൈറ്റ് സബ് ട്രീ എടുക്കുകയാണെങ്കിൽ അതിൽ 6നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും റൈറ്റ് സബ് ട്രീയിൽ വരുന്നത്. ദെൻ അതുപോലെ തന്നെ ഈ രണ്ട് സബ് ട്രീസും, അതായത് ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റ് സബ് ട്രീസും അതും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതും എന്ത് തന്നെ ആയിരിക്കും, ബൈനറി സെർച്ച് ട്രീ പ്രോപ്പർട്ടി തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടാവും. ദെൻ ഓരോ നോഡിനും ഒരു ഡിസ്റ്റിങ്ക്റ്റ് കീ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെയിം കീ വാല്യൂസ് ഒരു നോഡിലും വരുന്നില്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള കീ വാല്യൂസ് ആയിരിക്കും. ദെൻ ഈ ഒരു സബ് ട്രീ നോക്കുകയാണെങ്കിൽ 2ൻ്റെ ലെഫ്റ്റിൽ 2നേക്കാളും ചെറുതും 2ൻ്റെ റൈറ്റിൽ 2നേക്കാളും വലുതായിട്ട് വരികയാണ്. ദെൻ 4 എടുക്കുകയാണെങ്കിൽ 4ൻ്റെ ലെഫ്റ്റിൽ 4നേക്കാൾ ചെറിയ കീ വാല്യൂ, 4ൻ്റെ റൈറ്റിൽ 4നേക്കാൾ വലുത്. സോ ഈ രീതിയിലാണ് നമ്മൾ ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുന്നത്. ബൈനറി സെർച്ച് ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോഡ്, ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബൈനറി ട്രീ. ദെൻ അതുപോലെ തന്നെ അതിൽ ഒരു നോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ നോഡിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിൽ ആ നോഡിലെ കീ വാല്യൂവിനേക്കാളും ചെറിയ കീ വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ റൈറ്റ് സബ് ട്രീയിൽ ആ നോഡിൻ്റെ കീ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ വാല്യൂസ് ആയിരിക്കും കണ്ടെയ്ൻ ചെയ്യുന്നത്. ദെൻ അപ്പോൾ ഒരു ബൈനറി സെർച്ച് ട്രീനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സോ ബൈനറി സെർച്ച് ട്രീയിൽ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു നോഡ് നിങ്ങൾ കൺസിഡർ ചെയ്താലും ദെൻ അതിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റുകളായിരിക്കും ഉണ്ടാവുക. അതായത് സെയിം കീ വാല്യൂസ് ഒന്നിലധികം നോഡുകളിൽ ഉണ്ടാവില്ല. ദെൻ ലെഫ്റ്റ് സബ് ട്രീ നോക്കുകയാണെങ്കിൽ റൂട്ടിനേക്കാളും ചെറിയ വാല്യൂസ് ആയിരിക്കും. റൈറ്റ് സബ് ട്രീയിൽ നോക്കുകയാണെങ്കിൽ റൂട്ടിനേക്കാളും ലാർജർ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും കണ്ടെയ്ൻ ചെയ്യുക. ദെൻ ലെഫ്റ്റും റൈറ്റും സബ് ട്രീസ് എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് എന്താണ്, ബൈനറി സെർച്ച് ട്രീ എന്നായിരിക്കും. സോ അതിന് 2 എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബൈനറി സെർച്ച് ട്രീ. 16 ആണ് റൂട്ട്. സോ 16നേക്കാളും ചെറിയ വാല്യൂസ് എല്ലാം ലെഫ്റ്റ് സബ് ട്രീയിലും വലിയ വാല്യൂസ് എവിടെയായിരിക്കും, റൈറ്റ് സബ് ട്രീയിലും ആയിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ ഇവിടെ അടുത്ത ഒരു ബൈനറി ട്രീ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ 16നേക്കാളും ചെറിയ വാല്യൂസ് ആണോ ലെഫ്റ്റിലുള്ളത്? അല്ല, 17 വരുന്നുണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ ബൈനറി സെർച്ച് ട്രീ. അപ്പോൾ ബൈനറി സെർച്ച് ട്രീ ആവണമെങ്കിൽ ഈ ലെഫ്റ്റ് സബ് ട്രീയിൽ വരുന്ന എല്ലാ വാല്യൂസും ഈ 16 എന്ന് പറയുന്ന റൂട്ടിനേക്കാൾ ചെറിയ വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ബൈനറി ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രീ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൽ ഏതൊരു നോഡ് നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതിൽ മാക്സിമം 2 ചൈൽഡ് നോഡ്സുകളെ ഉണ്ടാവാൻ പാടുള്ളൂ. ദെൻ ബൈനറി സെർച്ച് ട്രീയിലും അതുപോലെ തന്നെയാണ്, മാക്സിമം 2 ചൈൽഡ് നോഡ്സുകളായിരിക്കും ഉണ്ടാവുക. ദെൻ പക്ഷേ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് നോഡെന്ന് പറയുന്നത് ആ റൂട്ടിനേക്കാളും ചെറുതും റൈറ്റ് നോഡെന്ന് പറയുന്ന റൂട്ടിനേക്കാളും വലുതുമായിരിക്കും. ദെൻ ബൈനറി ട്രീയിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഓർഡർ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ BST ഇൻ ദ സെൻസ് ബൈനറി സെർച്ച് ട്രീയിൽ ആ ഒരു ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ലെഫ്റ്റിൽ നമുക്ക് എപ്പോഴും ചെറിയ വാല്യൂസും ദെൻ റൈറ്റിൽ വലിയ വാല്യൂസ് ആയിരിക്കും വരുന്നത്. സോ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിന് നിങ്ങൾ ഏതൊരു ബൈനറി സെർച്ച് ട്രീ എടുത്തു കഴിഞ്ഞാലും അതെന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, ഒരു ബൈനറി ട്രീ ആണ്. പക്ഷേ എല്ലാ ബൈനറി ട്രീസും ബൈനറി സെർച്ച് ട്രീസ് ആയിരിക്കത്തില്ല. സോ ഇതാണ് നമുക്ക് കമ്പാരിസൺ ബിറ്റ്വീൻ ബൈനറി ട്രീസ് ആൻഡ് ബൈനറി സെർച്ച് ട്രീ പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ബൈനറി സെർച്ച് ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 2 4 5 7 1 എന്ന് പറയുന്ന നോഡുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ നമുക്ക് ഇത് കൺസ്ട്രക്റ്റ് ചെയ്യാം. നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള നോഡെന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ 2നെ നമുക്ക് എന്തായിട്ട് എടുക്കാം, റൂട്ടായിട്ട് എടുക്കാം. ദെൻ അടുത്ത എന്താണ്, 4 എന്ന് പറയുന്നത് അപ്പോൾ 2നേക്കാളും വലുതാണോ ചെറുതാണോ നോക്കുക. 4 എന്ന് പറയുന്നത് 2നേക്കാളും വലുതാണ്. സോ 4 എവിടേക്കായിരിക്കും പോവുക, റൈറ്റിലേക്കായിരിക്കും പോവുക.
ദെൻ അടുത്തത് 5. 5 എന്ന് പറയുമ്പോൾ ആദ്യം തൊട്ടേ നിങ്ങൾ നോക്കുക 2-നേക്കാളും വലുത്. സോ 2ന്റെ റൈറ്റിലേക്ക് പോവുക. അവിടെ നമ്മൾ കാണുന്ന എന്താണ് 4. 4-നേക്കാളും വലുത്. 4-നേക്കാളും വലുതാവുമ്പോൾ സോ എന്തിലേക്ക് പോകണം? 5 എന്ന് പറയുന്ന അതിൻ്റെ റൈറ്റിലേക്ക് പോവുക. ദെൻ അടുത്ത് എനിക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഏതാണ്? 7. സോ 7 ആകുമ്പോൾ ഇനിഷ്യലി റൂട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. 2 ആയിട്ട് കമ്പയർ ചെയ്യുക. 2-നേക്കാൾ വലുതാണ്. സോ റൈറ്റിലേക്ക് പോയി അവിടെ എന്താണ് 4. 4-നേക്കാളും വലുതാണ്. സോ റൈറ്റിലേക്ക് പോവുക. 5. 5-നേക്കാളും വലുതാണ്. സോ റൈറ്റിലേക്ക് പോവുക. 7. ഓക്കെ. ദെൻ അടുത്ത എത്രയാണ്? 1 എന്ന് പറയുന്ന നോഡാണ് എനിക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ളത്. സോ റൂട്ടുമായിട്ടാണ് ആദ്യം നമ്മൾ കമ്പയർ ചെയ്യുന്നത്. റൂട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നു. 1 ഈസ് ലെസ് ദാൻ 2. സോ 1 എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഓക്യുപ്പൈ ചെയ്യുക? 2ൻ്റെ ലെഫ്റ്റിലായിട്ട്. സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബൈനറി സെർച്ച് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നത്. വളരെ ഈസിയാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മളുടെ ഫസ്റ്റ് നോഡ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ റൂട്ട് നോഡ്. സോ ബാക്കിയുള്ള വാല്യൂസ് എല്ലാം റൂട്ട് നോഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും ലെഫ്റ്റിലേക്കാണോ പോവുക റൈറ്റിലേക്കാണോ പോവുക എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. സോ ഇനി എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ബൈനറി സെർച്ച് ട്രീയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്? മെയിനായിട്ടും സെർച്ചിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻസേർഷൻ ഉണ്ട്, ഡിലീഷൻ ഉണ്ട്. അതുപോലെ തന്നെ സോർട്ടിങ്ങിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബൈനറി സെർച്ച് ട്രീ യൂസ് ചെയ്യാം. ദെൻ സെർച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പെർട്ടിക്കുലർ വാല്യൂ നമ്മളുടെ ഇതുണ്ടോ, നമ്മുടെ ട്രീയിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് സെർച്ചിങ് ഓപ്പറേഷൻ. ദെൻ ടാർഗറ്റ് വാല്യൂ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സെർച്ച് സക്സസ്ഫുൾ എന്ന് പറയാം. ദെൻ ഇപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള വാല്യൂ റൂട്ടിനേക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ എന്താണ്? അപ്പോൾ നമുക്ക് എന്താണ്? ലെഫ്റ്റ് സബ് ട്രീയിലേക്ക് പോയിട്ടാണ് പിന്നെ സെർച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതല്ല, ടാർഗറ്റ് വാല്യൂ എന്ന് പറയുന്നത് റൂട്ടിനേക്കാൾ വലുതാണെങ്കിൽ റൈറ്റ് സബ് ട്രീയിലേക്ക് പോയിട്ടായിരിക്കും സെർച്ച് ചെയ്യേണ്ടുള്ളത്. ദെൻ സബ് ട്രീ എം ടി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പിന്നെ ഒന്നിലേക്കും പോകാനില്ല, സബ് ട്രീസ് എം ടി ആണ്. അങ്ങനെയാണെങ്കിൽ അൺസക്സസ്ഫുൾ ആണ് സെർച്ച് എന്ന് പറയാം. സോ ഈ രീതിയിലാണ് സെർച്ചിങ് ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് എടുക്കും റൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി പോകുന്നത്. അപ്പോൾ റൂട്ടിനോട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ സക്സസ്ഫുൾ ആണെന്ന് പറയാം. ചെറുതാണെങ്കിൽ ലെഫ്റ്റ് സബ് ട്രീയിലേക്കും, റൂട്ടിനേക്കാൾ വലുതാണെങ്കിൽ റൈറ്റ് സബ് ട്രീയിലേക്ക് പോകും. അതല്ല റൂട്ട് മാത്രമേ ഉള്ളൂ, അങ്ങോട്ടേക്ക് സബ് ട്രീസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അൺസക്സസ്ഫുൾ ആണെന്ന് പറയാം. ഓക്കെ, അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഫൈൻഡ് മിൻ ആൻഡ് ഫൈൻഡ് മാക്സ്. അതായത് ഒരു ഫൈൻഡ് ഓപ്പറേഷനാണ്. അതായത് സെർച്ചും പോലെ തന്നെ ഒരു ട്രീയിലെ മാക്സിമം വാല്യൂ ഏതാണ്, അതായത് മാക്സിമം കീ വാല്യൂ ഉള്ളത് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്, മിനിമം കീ വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള 2 ഓപ്പറേഷൻസ് ആണ് ഫൈൻഡ് മിൻ, ഫൈൻഡ് മാക്സ്. അപ്പോൾ ഫൈൻഡ് മിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫൈൻഡ് മിൻ എന്ന് പറയുമ്പം ഏറ്റവും മിനിമം വാല്യൂ ഏതാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ബൈനറി സെർച്ച് ട്രീ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രീ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രീയിലെ ഏറ്റവും ചെറിയ വാല്യൂസ് നമുക്ക് എവിടെയായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുക? ലെഫ്റ്റ് സബ് ട്രീയിൽ നോക്കുമ്പോൾ. അപ്പോൾ ലെഫ്റ്റ് സബ് ട്രീയിലെ ഏറ്റവും ലെഫ്റ്റിൽ കിടക്കുന്ന ആരാണോ അതായിരിക്കും നമ്മളുടെ മിനിമം വാല്യൂ. ദെൻ റൈറ്റ് സബ് ട്രീയിലെ ഏറ്റവും റൈറ്റിൽ കിടക്കുന്ന ആരാണോ അതായിരിക്കും മാക്സിമം വാല്യൂ. സോ മിനിമം ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന? റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഗോ ലെഫ്റ്റ് ആസ് ലോങ് ആസ് ദർ ഇസ് എ ലെഫ്റ്റ് ചൈൽഡ്. അപ്പോൾ ഒരു ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടാകുന്നത് വരേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ദെൻ ഇതാണ് നമ്മളുടെ സ്മാളസ്റ്റ് എലമെൻറ്റ് ഇൻ ദ BST വരിക. ദെൻ സിമിലർലി മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? റൂട്ട് നോഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. ദെൻ റൈറ്റിലേക്ക് പോവുക. ഏറ്റവും റൈറ്റിൽ കിടക്കുന്ന ചൈൽഡ് നോഡ് ഏതാണോ അതുവരേക്കും ട്രാവേഴ്സ് ചെയ്യുക. സോ അതായിരിക്കും നമ്മളുടെ ലാർജസ്റ്റ് എലമെൻറ്റ്. സോ അതിൻ്റെ ഒരു റിക്കർസീവ് ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്, ഫൈൻഡ് മിനിമം, ഫൈൻഡ് മാക്സും. അപ്പോൾ ഫൈൻഡ് മിനിമം ഓഫ് സെർച്ച് ട്രീ T. അപ്പോൾ ഞാനൊരു പോയിൻ്ററാണ് ഇവിടെ പാസ് ചെയ്ത് വരുന്നത്, ട്രീയുടെ ഒരു നോഡിൻ്റെ പോയിൻ്റർ. T ഈസ് ഈക്വൽ ടു നൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം T എംപ്റ്റി ആണെന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇഫ് T ഡോട്ട് ലെഫ്റ്റ് ഈക്വൽ ടു നൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം സബ് ട്രീസ് ഒന്നും ഇല്ല എങ്കിൽ ആ നോഡ് തന്നെയാണ് മിനിമം എന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ എഗെയിൻ വിത്ത് ഡിഫറെൻറ്റ് T ഡോട്ട് ലെഫ്റ്റ് വെച്ചിട്ട് വീണ്ടും ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്. സോ അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, സിമിലർലി ഫൈൻഡ് മാക്സിമം എന്ന് പറയുമ്പോൾ നമുക്കൊരു നോഡ് പാസ് ചെയ്ത് വരുന്നത് T ഈക്വൽ ടു നൾ ആണെങ്കിൽ റിട്ടേൺ നൾ, T ഡോട്ട് റൈറ്റ് നള്ളാവുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മളുടെ ഏറ്റവും മിനിമം വാല്യൂ. സോ ഏതൊരു നോഡിൻ്റെ ആണോ റൈറ്റ് നോഡ് നള്ളാവുന്ന, അപ്പോൾ ആ കറണ്ട് നോഡാണ് ദാറ്റ് ഈസ് ദ റൈറ്റസ്റ്റ് നോഡ് ഇൻ ദാറ്റ് ട്രീ. സോ അതിനെ നമ്മൾ റിട്ടേൺ ചെയ്യും.
അതായിരിക്കും ആ ഒരു ട്രീയിൽ ഏറ്റവും മാക്സിമം വാല്യൂ. സോ അതല്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് ഒരു ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റിൽ ഇനിയും നോഡുകൾ ഉണ്ടെങ്കിൽ ആ നോഡ് വെച്ചിട്ട് വീണ്ടും നമ്മൾ ഈ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യും. സോ അതാണ് ഫൈൻഡ് മിനിമവും ഫൈൻഡ് മാക്സിമം എന്ന് പറയുന്നത്. ദെൻ ഇനി സെർച്ച് എന്ന് പറയുന്ന ഓപ്പറേഷൻ. അപ്പോൾ സെർച്ച് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ടു ബൈനറി സെർച്ചിന് ഈക്വലൻ്റ് ആണ്. നമ്മൾ ബൈനറി സെർച്ചിൽ എന്തായിരുന്നു കണ്ടത്? അവിടെ ഒരു മിഡ് വാല്യൂ കണ്ടുപിടിക്കും, ആ മിഡ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും, ലെഫ്റ്റിലേക്ക് പോകും റൈറ്റിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇതിന് ഓൾമോസ്റ്റ് സിമിലർ ആണ് ബൈനറി സെർച്ച് ട്രീയിലെ സെർച്ച് ഓപ്പറേഷൻ. സോ ഇനിഷ്യലി നമ്മളുടെ ഏതാണോ നമ്മുടെ റൂട്ട് നോഡിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പാരിസൺ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് സെർച്ച് ചെയ്യേണ്ടുള്ള വാല്യൂ ആണ് കീ വാല്യൂ. ഇത് എൻ്റെ റൂട്ടിൻ്റെ റൂട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റർ ആണ്. സോ റൂട്ട് നോഡിനെ പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റർ ആണ്. സോ അത് വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. റൂട്ട് നള്ളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ നമ്പർ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാം. ദെൻ അതല്ല, റൂട്ടിൻ്റെ ഡേറ്റ, റൂട്ട് ഡോട്ട് ഇൻഫോ എന്ന് പറയുന്ന റൂട്ടിൻ്റെ ഡേറ്റയാണ്. റൂട്ട് ഡോട്ട് ഡേറ്റയും കീയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ സെർച്ച്ഡ് ഐറ്റം ഫൗണ്ട് എന്ന് പറയാം. അതല്ല, കീ ലെസ് ദാൻ റൂട്ട് ഡോട്ട് ഡേറ്റ, റൂട്ടിൻ്റെ ഡേറ്റയെക്കാളും ചെറുതാണ് നമ്മളുടെ കീ എങ്കിൽ വീണ്ടും ഇതേ ഫംഗ്ഷനെ തന്നെ നമ്മൾ വിളിക്കുന്നു വിത്ത് ഡിഫറെൻറ്റ് ആർഗ്യുമെൻറ്റ്സ്. റൂട്ടിന് പകരം റൂട്ടിൻ്റെ ലെഫ്റ്റ് വെച്ചിട്ട് വിളിക്കുന്നു. അതായത് ഇനി ലെഫ്റ്റിലേക്ക് പോകണം, സപ്പോസ് എനിക്ക് സെർച്ച് ചെയ്യേണ്ടുള്ള എലമെൻറ്റ് റൂട്ടിൽ കണ്ടെത്തിയില്ല, റൂട്ടിനേക്കാൾ ചെറുതാണെങ്കിൽ പിന്നെ എന്താണ്, റൂട്ടിന് ലെഫ്റ്റിലിരിക്കുന്ന നോഡ് ഏതാണോ അതിൻ്റെ അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും വീണ്ടും ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുക. അതല്ല, റൂട്ടിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ നമുക്കിനി ബൈനറി സെർച്ച് റിപ്പീറ്റ് ചെയ്യുന്നത് ഏത് ആർഗ്യുമെൻറ്റ് വെച്ചിട്ടായിരിക്കും, റൂട്ട് ഡോട്ട് റൈറ്റിൻ്റെ അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ഈ രീതിയിലാണ് ബൈനറി സെർച്ച് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുക. സോ സെർച്ചിങ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഇനിഷ്യലി ഇവിടെ എനിക്ക് സെർച്ച് ചെയ്യേണ്ടുള്ള എലമെൻറ്റ് സപ്പോസ് 44 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ഇനിഷ്യൽ റൂട്ട് നോഡെന്ന് പറയുന്നത് എൻ്റെ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, റൂട്ട് നോഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 52. സോ 52ഉം 44ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്നു. 52ഉം 44ഉം ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ 44ഉം 52ഉം കൂടെ കമ്പയർ ചെയ്യുകയാണ് നമ്മൾ. 44 ലെസ് ദാൻ 52 ആണ്. അപ്പോൾ എന്തിലേക്ക് പോകണം, നമ്മൾക്ക് 52ൻ്റെ ലെഫ്റ്റിലേക്ക് പോകണം. സോ ലെഫ്റ്റിലേക്ക് വന്നു. ഇനി അവിടെ നമുക്കൊരു റൂട്ട് ഡോട്ട് ഇൻഫോ ഉണ്ട്, അതായത് ഒരു ഡേറ്റയുണ്ട്. സോ ഈ ഡേറ്റയും നമ്മുടെ കീയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. 36ഉം 44ഉമായിട്ട് കമ്പയർ ചെയ്യുന്നു, ഈക്വൽ അല്ല. ദെൻ ഇനി 36നേക്കാളും വലുതാണോ ചെറുതാണോ എന്ന് നോക്കും. ഓഫ് കോഴ്സ് വലുതാണെങ്കിൽ എഗെയിൻ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടുള്ളത്, 36ൻ്റെ റൈറ്റിലേക്ക് പോകണം. ദെൻ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ നോഡും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. സോ 44ഉം നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പം പറയാം ഈക്വൽ ആണ്. സോ അവിടെ വെച്ച് നമുക്ക് എന്ത് പറയാം, എലമെൻറ്റ് ഫൗണ്ട് എന്ന് പറയുന്ന മെസ്സേജ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ രീതിയിലാണ് നമ്മുടെ ബൈനറി സെർച്ച് ട്രീയിൽ സെർച്ചിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്. അത് പെർഫോം ചെയ്യാനുള്ള മറ്റൊരു അൽഗോരിതമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സെർച്ച് എന്ന് പറയാൻ നമ്മളൊരു ടി എന്ന് പറയുന്നത് ഒരു നോഡ് അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. ദെൻ എക്സ് എന്ന് പറയുന്നത് എൻ്റെ ഡേറ്റ. അപ്പോൾ ഇനിഷ്യലി ഐ ഈസ് ഈക്വൽ ടു ടി ആണ്. ദെൻ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡൺ എന്ന് പറയുന്ന വേരിയബിളിനെ ട്രൂ ആക്കുന്നത്. അപ്പോൾ വൈൽ ഐ ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഡൺ ഈസ് ഈക്വൽ ടു ഫോൾസ് ആവുന്നത് വരേക്കും എക്സ് ലെസ് ദാൻ ഐഡൻറ്റിറ്റി ഓഫ് ഐ ആണ്. ഐഡൻറ്റിറ്റി ഓഫ് ഐ എന്ന് പറയുന്നത് ഡേറ്റ ഓഫ് ഐ എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ സെർച്ച് ചെയ്യാനുള്ള ഡേറ്റ റൂട്ടിൻ്റെ ഡേറ്റേനേക്കാൾ ചെറുതാണെങ്കിൽ ലെഫ്റ്റ് ചൈൽഡാക്കി ഐനെ സെറ്റ് ചെയ്യുക. അതല്ല ഗ്രേറ്റർ ആണെങ്കിൽ റൈറ്റ് ചൈൽഡായിട്ട് സെറ്റ് ചെയ്യുക. അതല്ല ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് പറയുക. ഓക്കെ, സോ അടുത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബൈനറി സെർച്ച് ട്രീയുടെ ക്രിയേഷനാണ്. അപ്പോൾ ബൈനറി സെർച്ച് ട്രീയുടെ ക്രിയേഷനിൽ നമ്മൾ കണ്ടില്ലേ, അപ്പം നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഫസ്റ്റ് നോഡ് അത് തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ ആയിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടുള്ളത്. സോ ഇനിഷ്യലി നമ്മുടെ കയ്യിൽ 43 ആണ്. അപ്പോൾ ആദ്യം ഞാൻ 43നെ എന്ത് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു, റൂട്ട് ഓഫ് ദ ട്രീ ആക്കി മാറ്റി. ഇനി അടുത്ത നോഡ് ഏതാണ്, 10. സോ നെക്സ്റ്റ് എലമെൻറ്റ് റീഡ് ചെയ്തു, ഇത് 43നേക്കാളും ലെസ്സർ ആണ്. സോ ലെസ്സർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലെഫ്റ്റിലേക്കായിരിക്കും ഈ നോഡിനെ ഞാൻ ആഡ് ചെയ്യുക. ദെൻ അടുത്ത എന്താണ്, 79 43നേക്കാളും ഗ്രേറ്റർ ആണ്. സോ എന്ത് ചെയ്തു, റൈറ്റിലേക്ക് ആഡ് ചെയ്തു, 79 റൈറ്റിലേക്ക് ആഡ് ചെയ്തു. അടുത്ത 90 ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 79 ആണ് കൊടുത്തു. ദെൻ 12 എന്ന് പറയുന്ന ലെസ് ദാൻ എന്താണ്, 43 ആണ്. സോ 43യുടെ ലെഫ്റ്റിലേക്ക് വരും. 10നേക്കാൾ വലുതാണ്. സോ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ അതിന് കൊടുക്കാം 12. ഇനി അടുത്ത് എന്താണ്, 54 എന്ന് പറയുന്നത് 43യേക്കാൾ വലുതാണ്. അതുകൊണ്ട് ഇവിടേക്ക് വരും. 79നേക്കാൾ ചെറുതാണ്. സോ 79ൻ്റെ ലെഫ്റ്റിലായിരിക്കും 54 വരിക, 54.
ഓക്കെ. ദെൻ അടുത്തത് 11 ആണ്. 11 എന്ന് പറയുമ്പം 43യേക്കാൾ ചെറുത്, 10നേക്കാൾ വലുത്, പക്ഷേ 12നേക്കാൾ ചെറുതുമാണ്. അതുകൊണ്ട് 12ൻ്റെ ലെഫ്റ്റിലായിരിക്കും 11 വരിക. ദെൻ അടുത്ത 9 വരുമ്പോൾ 43യേക്കാൾ ചെറുത്, 10നേക്കാൾ ചെറുതാണ്. സോ 9 ഇവിടേക്കായിരിക്കും വരിക. ദെൻ അടുത്ത ഏതാണ്? 50 എന്ന് പറയുമ്പോൾ 43യേക്കാൾ വലുതാണ്, 79നേക്കാൾ ചെറുതാണ്. സോ 54നേക്കാൾ ചെറുതായതുകൊണ്ട് ഇവിടെ ആയിരിക്കും 50യുടെ ലൊക്കേഷൻ വരിക. സോ ഈ രീതിയിലാണ് ബൈനറി സെർച്ച് ട്രീ ക്രിയേഷൻ കണ്ടിന്യൂ ചെയ്യുക. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് ട്രീ, ഫൈനൽ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഫൈനൽ ട്രീ. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഒരു നോഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിൽ വരുന്ന നോഡുകളെല്ലാം ആ റൂട്ട് നോഡിൻ്റെ ഡേറ്റേനേക്കാളും ചെറിയ വാല്യൂസും, റൈറ്റ് സബ് ട്രീയിൽ വരുന്ന എല്ലാം റൂട്ട് നോഡിൻ്റെ വാല്യൂസിനേക്കാൾ വലിയ വാല്യൂസും ആയിരിക്കും. ദെൻ ഇൻസേർഷൻ ഓഫ് എ നോഡ് ഇൻ ബൈനറി സെർച്ച് ട്രീ. ഇനി എങ്ങനെയാണ് നമുക്കൊരു നോഡിനെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ളത്? അപ്പോൾ ഓൾറെഡി ഒരു ട്രീ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് പുതിയൊരു ഐറ്റത്തിന് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ഡേറ്റ അതിലുള്ള ഡേറ്റ അല്ല, അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ ആണെന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. സോ നമ്മുടെ പുതിയ വാല്യൂ എന്ന് പറയുന്നത് കറണ്ട് നോഡിൻ്റെ വാല്യൂവിനേക്കാൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് പോവുക, ദെൻ അതല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് സബ് ട്രീയിലേക്ക് പോവുക. അപ്പോൾ ഈ ഒരു സിമ്പിൾ റൂൾ വെച്ചിട്ടാണ് ഈ അൽഗോരിതം ആ ഒരു പർട്ടിക്കുലർ നോഡിലേക്ക് എത്തിച്ചേരും. ദെൻ അതിന് ഒരു റൈറ്റ് സബ് ട്രീയോ ലെഫ്റ്റ് സബ് ട്രീ ഇല്ലാത്തൊരു നോഡിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ അതിൻ്റെ പർട്ടിക്കുലർ ഇത് എവിടെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടുള്ള ആ ഒരു പൊസിഷൻ എം ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് ഇൻസേർട്ട് ചെയ്യാം. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല എങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്ന ഈ രീതിയിലാണ്. ചെക്ക് വെദർ വാല്യൂ ഇൻ കറണ്ട് നോഡ് ആൻഡ് എ ന്യൂ വാല്യൂ ആർ ഈക്വൽ. അപ്പോൾ കറണ്ട് നോഡിൻ്റെ വാല്യൂവും ന്യൂ നോഡിൻ്റെ വാല്യൂവും എന്ന് പറയുന്നത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. ഇനി കറണ്ട് നോഡിൻ്റെ വാല്യൂവിനേക്കാൾ ചെറുതാണ് ന്യൂ വാല്യൂ എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കറണ്ട് നോഡിന് ലെഫ്റ്റ് ചൈൽഡൊന്നും ഇല്ലെങ്കിൽ പുതിയൊരു ഇൻസേർഷൻ നമുക്ക് അവിടെ പോസിബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ചൈൽഡ് വിത്ത് സെയിം അൽഗോരിതം വെച്ചിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യും. ദെൻ പുതിയ വാല്യൂ നമ്മുടെ കറണ്ട് നോഡിൻ്റെ വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ ദെൻ കറണ്ട് നോഡിന് അതുപോലെ തന്നെ റൈറ്റ് ചൈൽഡും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് ചൈൽഡ് വെച്ചിട്ട് വിതും സെയിം അൽഗോരിതം വർക്ക് ചെയ്യും. സോ ഇതാണ് ഇൻസേർഷൻ്റെ ആക്ച്വൽ അൽഗോരിതം എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഐറ്റം ഇസ് ദ ഡേറ്റ കമ്പോണൻറ്റ് ഓഫ് എ നോഡ് ദാറ്റ് ഹാസ് ടു ബി ഇൻസേർട്ടഡ്. ഇൻസേർട്ട് ചെയ്യേണ്ടുള്ള ഡേറ്റ കമ്പോണൻ്റ് ആണ് നമ്മളുടെ ഡേറ്റ ഐറ്റം എന്ന് പറയുന്നത്. ദെൻ ഇഫ് ദർ ഈസ് നോ നോഡ് ഹാവിങ് ഡേറ്റ, അതായത് ഈ ഡേറ്റ, അതായത് ഐറ്റം എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ റീഡ് ചെയ്ത അതേ ഡേറ്റ നമ്മുടെ റൂട്ടിൽ ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം ഉറപ്പ് വരുത്തുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ട്രീയിലേക്ക് ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ ആദ്യം നമ്മുടെ റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റൂട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക നോഡ് ടെമ്പ് ആൻഡ് ഇൻസേർട്ട് ഐറ്റം ഇനിറ്റ്. അപ്പോൾ ഒരു പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ വിളിക്കുന്ന പേരാണ് ടെമ്പ് എന്ന് പറഞ്ഞു. സോ ടെമ്പിൽ എന്ന് പറയുമ്പം ഈ ഐറ്റം ഡേറ്റ എന്ന് പറയുന്നത് സപ്പോസ് 23 എന്നാണ് എൻ്റെ പുതിയ ഡേറ്റ, അതിനെന്ത് ചെയ്യുക? ഇൻസേർട്ട് ചെയ്യുക. ദെൻ റൂട്ട് ഈക്വൽ ടു നൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ ഒരു ടെമ്പിനെ റൂട്ടായിട്ടങ്ങ് മാറ്റുക. ടെമ്പ് ഈസ് ഈക്വൽ ടു റൂട്ടായിട്ടങ്ങ് മാറ്റുക. ഓക്കെ, ടെമ്പ് ഇസ് ഈക്വൽ ടു, അതായത് ടെമ്പ് എന്നായിരുന്നു ഇതിൻ്റെ ഇനിഷ്യൽ പേര്, ഇപ്പോൾ അതിനെ റൂട്ടാന്നായിട്ട് വിളിക്കുക. അതല്ല, ഓൾറെഡി നമുക്ക് കുറച്ച് നോഡുകളുണ്ട്, റൂട്ട് എന്ന് പറയുന്ന നൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ നോഡിനെ എന്ത് ചെയ്യുക? റൂട്ടിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ നോഡിൽ നിന്നും റൂട്ട് നോഡിനെ പി ടി ആറിലേക്ക് പോയിന്റ് ചെയ്യുക, അതായത് പി ടി ആർ എന്ന് പറയുന്ന പോയിന്റർ വെച്ചിട്ട് റൂട്ടിനെ പോയിന്റ് ചെയ്യുക. ദെൻ പി ടി ആർ നള്ളാകുന്നത് വരേക്കും എന്ത് ചെയ്യുക? ഈ ഡേറ്റേൻ്റെ വാല്യൂ നമ്മളുടെ പി ടി ആറിൻ്റെ ഡേറ്റയായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് ചൈൽഡിലേക്ക് പോകണോ റൈറ്റ് ചൈൽഡിലേക്ക് പോകണോ നോക്കുക. ഇഫ് ഐറ്റം ലെസ് ദാൻ പി ടി ആർ ഡോട്ട് ഡേറ്റ, നമ്മളുടെ ഡേറ്റ എന്ന് പറയുന്നത് ആ ഇപ്പോൾ ഇരിക്കുന്ന നോഡിൻ്റെ ഡേറ്റയേക്കാൾ ചെറുതാണെങ്കിൽ എന്ത് ചെയ്യുക? പി ടി ആറിനെ ലെഫ്റ്റ് ചൈൽഡിലേക്ക് മൂവ് ചെയ്യിക്കുക, ലെഫ്റ്റിലേക്ക് മൂവുക. ദെൻ അത് നള്ളാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്കതിലേക്ക് അസൈൻ ചെയ്യാം. ദെൻ ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലാന്നുണ്ടെങ്കിൽ, അതായത് പി ടി ആർ ഐറ്റം ലെസ് ദാൻ പി ടി ആർ ഡോട്ട് ഡേറ്റ അല്ലാന്നുണ്ടെങ്കിൽ പി ടി ആർ ഇസ് ഈക്വൽ ടു പി ടി ആർ ഡോട്ട് റൈറ്റ് ചൈൽഡ് എന്ന് ആക്കി പറയുക. ദെൻ പി ടി ആർ നള്ളാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ചൈൽഡായിട്ട് ടെമ്പിനെ അലോക്കേറ്റ് ചെയ്യുക. സോ ഈ രീതിയിലാണ് നമ്മളുടെ ഇൻസേർഷൻ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്.
അടുത്തത് ഡിലീഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും 3 പോസിബിൾ കേസസ് ആണ് വരുന്നത്. അതായത് ഒരു ചൈൽഡ് നോഡും ഇല്ലാത്തൊരു നോഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതായത് ഒരു നോഡുണ്ട്, അതിന് ചൈൽഡ് നോഡ്സ് ഒന്നും ഇല്ല എങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിന് വേറൊരാളുമായിട്ടും ഒരു റിലേഷനും ഇല്ല, വേറൊരാളുമായിട്ടൊരു ലിങ്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈസിലി ഡിലീറ്റ് ചെയ്യാം. ദെൻ ഇനി അടുത്ത കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നോഡിന് ഒരൊറ്റ ചൈൽഡ് നോഡുണ്ട്. അത് വെദർ അത് ലെഫ്റ്റ് ആവാം, റൈറ്റ് ആവാം, ലെഫ്റ്റ് സബ് ട്രീ അല്ലെങ്കിൽ റൈറ്റ് സബ് ട്രീ ആവാം, ഒരൊറ്റ ചൈൽഡ് മാത്രം ഉണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആ നോഡിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യും. ഈ സബ് ട്രീയെ അതിൻ്റെ പേരൻറ്റ്, ഇപ്പം നമ്മൾ ഡിലീറ്റ് ചെയ്ത നോഡിൻ്റെ പേരൻറ്റിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതാണ് ഒരൊറ്റ ചൈൽഡുള്ള നോഡുകൾക്ക് നമുക്ക് ഡിലീഷനിൽ ഈ രീതിയിലാണ് നടക്കുക. ഇനി നമുക്ക് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിനാരിയോ എന്ന് പറയുന്നത്, നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നോഡിന് 2 ചിൽഡ്രൻ നോഡ്സ് ഉണ്ട് അല്ലെങ്കിൽ 2 ചൈൽഡ് നോഡ്സ് ഉണ്ടെങ്കിൽ, ഇനി അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു അൺബാലൻസ്ഡ് ട്രീ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെയായിരിക്കും ചെയ്യുക? അതിന് പ്രധാനമായിട്ട് 2 രീതിയിലാണ് നമുക്കതിനെ ആ ഒരു പ്രോബ്ലത്തിനെ ഡീൽ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആ ട്രീയുടെ ഇൻഓർഡർ പ്രെഡിസസറോ ഇൻഓർഡർ സക്സസറോ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ഒരു എക്സാമ്പിളോടെ നോക്കാം. ഡിലീറ്റിംഗ് എ നോഡ് ഫ്രം BST. അപ്പോൾ ഒരു 3 കേസ് ഉണ്ടാവും. ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നോഡെന്ന് പറയുന്നത് തന്നെ ഒരു ലീഫ് നോഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടുള്ളത് -4 ആണ്. സോ -4 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ലീഫ് നോഡ്, അതിന് ഫർദർ ചൈൽഡ് നോഡുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാം, ആ നോഡ് എന്ന് പറയുന്നത് എന്താക്കി മാറ്റാം, നള്ളാക്കി മാറ്റാം. ഓക്കെ, അതായത് അതിൻ്റെ പേരൻറ്റ്, അതിൻ്റെ പേരൻറ്റിൻ്റെ ലെഫ്റ്റ് ചൈൽഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് എന്താക്കി മാറ്റും, നള്ളാക്കി മാറ്റും. സോ അതാണ് അവിടെ സംഭവിക്കുന്നത്. ദെൻ ഇനി അടുത്തത്, നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നോഡിന് ഒരു ചൈൽഡ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടുള്ളത് 18 ആണെന്ന് വിചാരിക്കുക. 18 ലെഫ്റ്റ് ചൈൽഡ് ഇല്ല, റൈറ്റ് ചൈൽഡ് ഉണ്ട്, ദറ്റ് ഈസ് 21. അപ്പോൾ എന്താ ഇനി ചെയ്യാൻ പറ്റുക, ഈ നോഡിനെ, അതായത് 18ൻ്റെ റൈറ്റ് ചൈൽഡാണ് നമ്മൾ 21 എന്ന് പറയുന്ന നോഡ്, ഈ നോഡിനെ 18ൻ്റെ പേരൻറ്റിലേക്ക് അപ്പൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പോസിബിൾ വേ. സോ 18 അതിൻ്റെ പേരൻ്റ് ആയിട്ടുള്ള 5ൻ്റെ റൈറ്റ് ചൈൽഡായിട്ട് സെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. സോ ഇതാണ് ഒരു ചൈൽഡ് ഉള്ളപ്പോൾ നമ്മൾ ആ പ്രോബ്ലം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതി. അടുത്തതായിട്ട് 2 ചൈൽഡ് ഉള്ളത്. അപ്പോൾ 2 ചൈൽഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്ന നോഡിന് പകരം അവിടെ എന്ത് വേണം, ഇൻഓർഡർ സക്സസർ നോഡ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. സോ ഇൻഓർഡർ സക്സസർ വെച്ചിട്ടോ ഇൻഓർഡർ പ്രെഡിസസർ വെച്ചിട്ടോ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരിക്കും. അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ അപ്പോൾ നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യേണ്ടുള്ള നോഡ് 12 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 12 ഡിലീറ്റ് ചെയ്യുമ്പോൾ 12ൻ്റെ ഇൻഓർഡർ സക്സസർ എന്ന് പറയുമ്പോൾ അതിൻ്റെ റൈറ്റ് സബ് ട്രീയിലെ ഏറ്റവും ചെറിയ വാല്യൂസ്. സോ 12ൻ്റെ റൈറ്റ് സബ് ട്രീയിലെ ഏറ്റവും ചെറുത് ആരാണ്, 19. സോ 19 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. സോ അതാണ് 12 ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടുള്ളതെങ്കിൽ റൈറ്റ് സബ് ട്രീയിലെ ഏറ്റവും മിനിമം വാല്യൂ അതാണ് നമുക്ക് ഇൻഓർഡർ സക്സസർ എന്ന് പറയുന്നത്, അതായിട്ട് ചൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടുള്ള നോഡെന്ന് പറയുന്നത് 20 എന്ന് പറയുന്ന ഡേറ്റയാണ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടുള്ളത്. സോ 20 ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ അതിൻ്റെ റൈറ്റ് സബ് ട്രീയിലെ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് അഗെയിൻ 24 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, 24 വെച്ചിട്ട് നമുക്കതിനെ റീപ്ലേസ് ചെയ്യാം. 20ക്ക് പകരം ഇവിടേക്ക് എന്ത് കൊണ്ടുവരിക, 24നെ കൊണ്ടുവരിക. അപ്പോൾ 24 റിമൂവ് ചെയ്യുമ്പോൾ 24ന് ഒരു റൈറ്റ് ചൈൽഡ് ഉണ്ട്, അതിനെ എന്ത് ചെയ്യണം, അതിനെ തൊട്ട് പേരൻറ്റിലേക്ക് അപ്പൻഡ് ചെയ്യണം. സോ ഈ രീതിയിലാണ് ഇതിവിടെ നടക്കുന്നത്. സോ ജനറൽ അൽഗോരിതം ഫോർ ഡിലീഷൻ എന്ന് പറയുന്നത്, സോ ഇഫ് എ നോട്ട് ടു ബി ഡിലീറ്റഡ് ഈസ് എ ലീഫ് നോഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സിംപ്ലി ഡിലീറ്റ് ചെയ്യുക. നൾ പോയിൻ്റർ അതിൻ്റെ പാരൻറ്റിൻ്റെ ലെഫ്റ്റ് പോയിൻ്ററായിട്ടോ റൈറ്റ് പോയിൻ്ററായിട്ടോ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അത് നള്ളായിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിലീഷനിൽ ആദ്യം ചെയ്യുന്നത്. ദെൻ ലീഫ് നോഡ് ആണ്, പക്ഷെ റൈറ്റ് സൈഡ് നോട്ട് ടു ബി ഡിലീറ്റഡ് ഈസ് എ ലീഫ് നോഡ് അറ്റ് റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ സിംപ്ലി അതിനെ ഡിലീറ്റ് ചെയ്യുക. നൾ പോയിൻ്ററിനെ റൈറ്റ് പോയിൻ്ററിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്ന നോഡിന് ഒരു ചൈൽഡ് ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൈൽഡിൻ്റെ പോയിൻ്ററിനെ പേരൻറ്റിൻ്റെ പോയിൻ്ററിലേക്ക് കൊണ്ടുവരിക, ആ ട്രീനെ റിമൂവ് ചെയ്യുക. ദെൻ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നോഡെന്ന് പറയുന്നത് എന്താണ്,
2 ചൈൽഡ് നോഡ്സ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റൈറ്റ് മോസ്റ്റ് നോഡ് ഓഫ് ദി ലെഫ്റ്റ് സബ്ട്രീയിലെ ഏറ്റവും വലിയ വാല്യൂ അതെന്ന് പറയുന്നത് ഏറ്റവും റൈറ്റിൽ കിടക്കുന്ന വാല്യൂ വെച്ചിട്ടോ റൈറ്റ് സബ്ട്രീയിലെ ഏറ്റവും ചെറിയ വാല്യൂ വെച്ചിട്ടോ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് അതിൻ്റെ പ്രോഗ്രാം ആൽഗോരിതം സ്യൂഡോകോഡ് എന്ന് പറയുന്നത്. ptr നോട്ട് ഈക്വൽ ടു നൾ, അതായത് നമുക്കിപ്പോൾ പാസ് ചെയ്ത് വരുന്നത് റൂട്ടിൻ്റെ പോയിൻ്ററാണ്. നോട്ട് ഈക്വൽ ടു നൾ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇതുവരെയുള്ള സ്റ്റെപ്പുകൾ ചെയ്യുന്നത്. ദെൻ ചെക്ക് ചെയ്യുക, നമ്മുടെ ptrൻ്റെ ഡേറ്റേനേക്കാളും ചെറുതാണ് നമ്മളുടെ ഐറ്റം, അതായത് നമുക്കിപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ട ഡേറ്റ എങ്കിൽ ലെഫ്റ്റ് ചൈൽഡ് വെച്ചിട്ട് വീണ്ടും ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് ചൈൽഡ് വെച്ചിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുക. ദെൻ ഇനി നമുക്ക് കോൾ ചെയ്ത് വന്നു, ptrൻ്റെ ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് നള്ളാണ്, ptrൻ്റെ റൈറ്റ് ചൈൽഡും നള്ളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ptrൻ്റെ നള്ളാക്കി വെക്കുക. അതല്ല ptr ഡോട്ട് ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് നള്ളമാണ്, ptr ഈസ് ഈക്വൽ ടു ptr ഡോട്ട് റൈറ്റ് ചൈൽഡുമായി, അങ്ങനെയാണെങ്കിൽ സിംഗിൾ ചൈൽഡ് എന്ന് പറയാം. ദെൻ ptr ഡോട്ട് റൈറ്റ് ചൈൽഡ് നള്ളുമാണ്, ലെഫ്റ്റ് ചൈൽഡും ഉണ്ട്, അങ്ങനെയാണെങ്കിൽ സിംഗിൾ ചൈൽഡാണ്. അപ്പോഴും എന്ത് തന്നെയാണ്, ഈ ഒരു സെയിം സിനാരിയോ തന്നെയാണ് വരുന്നത്. ദെൻ 2 ചൈൽഡ് വരികയാണെങ്കിൽ, മോർ ദാൻ 1 ചൈൽഡ് നോഡ് വരികയാണെങ്കിലാണ് ptr ഡോട്ട് ഡേറ്റേനെ ഡിലീറ്റ് മിനിമം ഡേറ്റേനെ ഡിലീറ്റ് ചെയ്യാനുള്ള പവർ കിട്ടുക. ഓക്കെ, സോ ഈ രീതിയിലാണ് നമുക്ക് ഡിലീഷൻ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്.